എന്റെ പൊന്ന് മക്കളെ, അങ്ങനെ ഞാൻ കാത്തിരുന്ന് ഞാൻ കരഞ്ഞു വിളിച്ച് ബിഗ് ബോസിന്റെ അടുത്ത് അപേക്ഷിച്ചിരുന്ന ആ ടാസ്ക്, മണി ടാസ്ക്, വീടിന്റെ പുറത്ത് പണപ്പെട്ടി വെച്ചിട്ടുള്ള ടാസ്ക് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നാളത്തെ ലൈവ് നിങ്ങൾ നോക്കിക്കോ, ആര് ഔട്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ആൾക്കാരുടെ കണ്ണും വിളിച്ച് ഇങ്ങനെ ഇരിക്കും. നാളെ ലൈവ് കത്തുന്ന ദിവസമായിരിക്കും. കാരണം ഈ ടാസ്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് മാത്രമേ ഞാൻ റിവ്യൂവിൽ കിടന്ന് കരയാതെ ഉള്ളൂ. ഇന്നലെ വരെ ഞാൻ അവിടെ കിടന്ന് കരച്ചിലായിരുന്നു. ബിഗ് ബോസെ വീടിന്റെ വെളിയിൽ പണപ്പെട്ടി വെയ്, അതാണ് കാണാൻ രസം. നമ്മളിങ്ങനെ നോക്കി ഇരിക്കുമെന്ന്. ആ സംഭവം അങ്ങനെ വന്നിരിക്കുകയാണ് മക്കളെ. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആര് ഔട്ടായാലും ശരി തന്നെ, അല്ല ആര് ഇന്നായാലും പണം എടുത്താലും ഒക്കെ ശരി തന്നെ. എന്താണ് ഈ സംഭവം എന്ന് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്പോയിലർ ഔട്ടൊന്നും ചെയ്യുന്നതല്ല. തമിഴ് ബിഗ് ബോസിൽ നടന്ന സംഭവമാണ്. ഞാൻ തമിഴ് കാണുന്നതുകൊണ്ട് എനിക്ക് സംഭവം എന്താണെന്ന് അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാവുന്നുള്ള എല്ലാവരുടെ അടുത്തും, എനിക്ക് തോന്നുന്നു പണപ്പെട്ടിയെ കുറിച്ച് ചോദിക്കുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നത് പണപ്പെട്ടികളിൽ വെച്ച് ഏറ്റവും ഭയങ്കര ഒരു സംഭവമാണ് ഇത്. ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പ്രൊമോ വന്നിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീടിന്റെ പുറത്തോട്ട് ഓടുന്നു അക്ബറും അനുമോളും ആദിലയും കൂടി. എന്താണ് സംഭവം? ബിഗ് ബോസ് പറയുന്നുണ്ട് സമയത്തിന് വാല്യൂ ഉണ്ടെന്ന്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ സാധനം എന്താണെന്ന് പറഞ്ഞുതരാം. തമിഴിൽ വന്നിട്ടുള്ളതാണ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ലൈക്ക്, ഷെയർ, കമന്റ്. പിന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. ഹൈപ്പ് എന്തായാലും ചെയ്യണം. നിങ്ങൾക്ക് ഇത്രയും വരെ ഞാൻ എല്ലാം പറഞ്ഞു തരുന്നില്ല. എനിക്ക് ഹൈപ്പ് എന്തായാലും നിങ്ങൾ തരണം. ഓക്കെ, സംഭവം വേറൊന്നുമല്ല, പണപ്പെട്ടികളിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. ഒരു നിമിഷം തെറ്റിക്കഴിഞ്ഞാൽ വീടിന്റെ വെളിയിലാവുന്ന ടാസ്ക് ആണ് ബിഗ് ബോസ് നാളെ നമുക്ക് ലൈവിലൂടെ കാണാൻ പറ്റുന്നത്. തമിഴിലാണ് ഈ ടാസ്ക് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. വേറെ ഒരു ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടില്ല. തമിഴ് സീസൺ 8. വേറെ ഒന്നുമല്ല, പണപ്പെട്ടി എന്ത് ചെയ്യും? വീടിന്റെ പുറത്ത് വെക്കും. ഒരു 30 മീറ്റർ, 45 മീറ്റർ, 70 മീറ്റർ ഒക്കെ അപ്പുറത്ത് വെക്കും. എന്നിട്ട് ബിഗ് ബോസ് അവരടുത്ത് ബിഗ് ബോസ് പറയും ഇതുപോലെ പണപ്പെട്ടി വീടിന്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ 40 മീറ്റർ അപ്പുറത്താണ് വെച്ചിരിക്കുന്നത്, 70 മീറ്റർ അപ്പുറത്താണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്ലാസ്മ TV-യിൽ മാപ്പ് കാണിച്ചു കൊടുക്കും, ഇവിടെയാണ് പണപ്പെട്ടി ഇരിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പണപ്പെട്ടി എടുക്കാം. പണപ്പെട്ടി എടുത്തിട്ട് തിരിച്ച് ഈ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ പണപ്പെട്ടി നിങ്ങൾക്ക് കിട്ടും. വീടിനകത്ത് കയറാൻ ടൈമറുണ്ട്. 30 സെക്കൻഡ്, 35 സെക്കൻഡ് ഒക്കെ മാക്സിമം ആണ്. 35 സെക്കൻഡ്. ഈ 35 സെക്കൻഡിനുള്ളിൽ ഇവിടെ നിന്ന് ഓടി 70 മീറ്റർ പോയി ആ 70 മീറ്ററിൽ നിന്ന് ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഓടി വന്ന് വീടിനകത്ത് കയറിയാൽ ആ പൈസ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ആ പൈസ നമ്മൾ കയറുന്നതിന് മുന്നേ ആണെങ്കിൽ എന്ത് ചെയ്യും? വീടിന്റെ വാതിലടയും, നമുക്ക് കയറാൻ പറ്റൂല. മെയിൻ എൻട്രൻസിൽ കൂടെ നമ്മൾ ഇറങ്ങി ഓടുകയാണ്. ഓടി പണപ്പെട്ടി എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ടൈം തീർന്നു കഴിഞ്ഞാൽ വീടിന്റെ വാതിലടയും, നമ്മൾ ഔട്ടാണ്. നമ്മളെ വീട്ടുകാർക്ക് കാണാൻ പോലും പറ്റത്തില്ല. ആ ലെവലിലാവും. അതാണ് ഈ ടാസ്ക്. ഇതിനകത്ത് എന്തോ ഒരു ട്വിസ്റ്റ് മലയാളത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാരണം തമിഴിൽ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ച് ഒരാൾ പോകണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. പക്ഷെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു 3 പേര് പോകുന്നുണ്ട്. ഒരേ സമയത്ത് 3 പേര് പോകുന്നുണ്ട്. അനുമോളും അക്ബറും ആദിലയും. എനിക്ക് അക്ബർ തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ആദിലയും വരുമെന്ന് തോന്നുന്നുണ്ട്. അനുവിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം പുള്ളിക്കാരി ഫിസിക്കലി ഓടിയെത്താൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം. അത് എന്തായാലും നാളെ ലൈവിനകത്ത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കേണ്ട സംഭവമാണ്. തമിഴ് ബിഗ് ബോസ് സീസൺ 8 ഇതുപോലെ കുറെ കണ്ടസ്റ്റൻസ് പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിനകത്ത് ടോപ്പ് 2 റണ്ണറപ്പ് ആവേണ്ട, അല്ലെങ്കിൽ 3rd പൊസിഷനിൽ വരേണ്ട ആള്, ഒന്നുകിൽ 2nd പൊസിഷൻ ഇല്ലെങ്കിൽ 3rd പൊസിഷൻ കിട്ടേണ്ട ആള് 6ാമത്തെ പൊസിഷനിൽ ഔട്ടായി പോയ ടാസ്ക് ആണിത്. ജാക്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജാക്ലിൻ എന്ത് ചെയ്യുന്നറിയാവോ? ഈ പണപ്പെട്ടി ഇത്ര മീറ്റർ മാറ്റി വെക്കുമ്പോഴത്തേക്ക് എനിക്ക് 70 മീറ്റർ എന്തോ ആണ് 35 സെക്കൻഡിൽ. ജാക്ലിൻ പോയി ഈ പണപ്പെട്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കയറാൻ 2 സെക്കൻഡേ വൈകത്തുള്ളൂ. ബിഗ് ബോസ് വാതിൽ അടയ്ക്കത്തില്ല. കാരണം ഇവിടെ എത്തുമ്പോൾ തന്നെ തിരിച്ചെത്തുമ്പോഴത്തേക്കും ടൈം ഏതാണ്ട് ഫിനിഷ് ആവും. 2 സെക്കൻഡ്, 35 സെക്കൻഡ് എന്നുള്ളത് 37 സെക്കൻഡ് ആവുന്നു. ജാക്ലിൻ എവിക്റ്റായി വീട്ടിൽ നിന്ന് ഔട്ടായി പോയി. അത് എനിക്ക് തോന്നുന്നു തമിഴ്നാട് മൊത്തം നിന്ന് കത്തിയ അത്രയും ഭയങ്കര ഒരു എവിക്ഷൻ ആയിരുന്നു അത്. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു രാത്രി 12 മണിക്കാണ് ഞാൻ ആ എവിക്ഷന്റെ അപ്ഡേറ്റ് അറിയുന്നത്. അൻസിഫെ ജാക്ലിൻ എവിക്റ്റായി. ഞാൻ ജാക്ലിനോ എങ്ങനെ ടോപ്പ് 3 വരാനുള്ള ആളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഞെട്ടിയതാ. നേരം എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അത് ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ജാക്ലിന്റെ ആ പ്രൊമോയിൽ ജാക്ലിൻ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ബിഗ് ബോസ് വെക്കും ജാക്ലിൻ അഴുക. അപ്പൊ ജാക്ലിൻ
பிக் பாஸ் இந்த வீடை எனக்கு ஒரு வாட்டி கூடி திரும்ப பார்க்க முடியாமோன்னு எனக்கு ഭയമാ இருக்கு ബിഗ് ബോസ് அப்படிയൊന്നുമില്ല ജാക്ലിൻ പോയിട്ട് സീക്രമാ വരുക அப்படி അങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ ആയിരിക്കും നാളെ മലയാളത്തിൽ നടക്കാൻ പോകുന്നത്. ഇത് വേറെ ഒരു മാറ്റമാണ് മക്കളെ. ഇത് ശരിക്കും 7ന്റെ പണിയാണ്. ഇതാണ് 7ന്റെ പണി. ഇതിനകത്ത് ആ പ്രൊമോയിൽ കാണിക്കുന്ന പോലെ നൂറ ആദിലയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എന്നിട്ട് പോകുന്നുണ്ട്, വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഇനി പണം എടുത്തോ, ഇനി എത്ര ലക്ഷം രൂപയാണ് വെക്കുന്നത് എന്നുള്ള കാര്യം ഒന്നും ഒരു പിടിയുമില്ല. എന്തായിരുന്നാലും ഇത് പൊളിക്കും ഈ സാധനം. പണപ്പെട്ടി എടുത്ത് തിരിച്ച് വീടിനകത്ത് കയറണം. തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ വീടിനകത്ത് കയറിയില്ലെങ്കിൽ ഔട്ടാണ്. തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ വീടിനകത്ത് കയറിയില്ലെങ്കിൽ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇല്ലെങ്കിൽ പണപ്പെട്ടി പണവും കിട്ടൂല, വീടിന്റെ വാതിലും അടയും. അന്ന് ജാക്ലിൻ 2 സെക്കൻഡിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് വാതിലടയാത്തത്. ഇല്ലെങ്കിൽ വാതിലടയും. അതിനകത്ത് കിടന്ന് എൻ്റെ പുന്നെ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് പോകുമ്പം വീട്ടുകാർ കിടന്നിട്ട് ഇങ്ങനെ എനിക്കൊന്ന് സൗന്ദര്യമൊക്കെ അതിനകത്ത് കിടന്നിട്ട് വിശാൽ പോകുമ്പം വിശാൽ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയും. കാരണം തിരിച്ചവർ കയറിയില്ലെങ്കിൽ ഔട്ടാണ്. അതുപോലെ ജാക്ലിൻ വരുമ്പോഴത്തേക്കും ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ജാക്ലിൻ நீங்க முடிச்சதுல 2 வினாய்கள் பின்னோடி போயிடுச்சு, அதனால இதோட பிக் பாஸ் സീസൺ 8 உங்களோட பயணம் இத்துடன் முடிஞ்சது അങ്ങനെ പറയും. ഓയ്യോ, അത് എനിക്ക് ഇപ്പോഴും അത് ആ പ്രൊമോ കാണുമ്പോൾ എനിക്ക് റൊമാൻറ്റിഫിക്കേഷൻ ആണ്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ബിഗ് ബോസ് സീസൺ 8 തമിഴ് ജാക്ലിൻ മണി ബോക്സ് എവിക്ഷൻ പ്രൊമോ ഇങ്ങനെ അടിച്ചു നോക്കണം. ഒരു 3 പ്രൊമോ ഉണ്ട്. 3 പ്രൊമോ ഞാൻ ഇപ്പോഴും കൂടി നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. 3 പ്രൊമോ ഉണ്ട്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് പിടികിട്ടും. ഞാൻ വെയിറ്റിംഗ് ആണ് മക്കളെ. ഞാൻ കാത്തിരുന്ന സാധനം വന്നു. നമുക്ക് നാളെ കണ്ട് തന്നെ അറിയാം. ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ട് തന്നെ അറിഞ്ഞോളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.